ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലെ ചില പ്രധാന സംഭവങ്ങളിലേക്കാണ് നാം ഇനി എത്തിനോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നമിനന്ദി അടികൾ നായനാർ എന്നാണ്. സുന്ദരമൂർത്തി സ്വാമികൾ പാടുന്നത് ഇങ്ങനെയാണ്: വെള്ളം നല്ലെണ്ണയാക്കി ക്ഷേത്രത്തിൽ ദീപം വച്ച ചൊല്ലിഴും നമിനന്ദിയടികൾക്ക് അടിമ ഞാൻ എന്നാണ്. ആ കഥ മുഴുവനും ഒറ്റ വാക്കിൽ ചുരുക്കിയിരിക്കുകയാണ് സുന്ദരമൂർത്തി സ്വാമികൾ. അങ്ങനെയുള്ള നമിനന്ദി അടികളുടെ അടിമയാണ് ഞാൻ എന്നാണ് സുന്ദരമൂർത്തി സ്വാമികൾ പറയുന്നത്. ഇതിൻ്റെ ചരിത്ര സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചേക്കിഴാർ സ്വാമികൾ ആ പ്രദേശമാകെ സഞ്ചരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഏടുകൾ നമുക്കായി കാവ്യരൂപത്തിൽ ഇവിടെ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 32 ശ്ലോകങ്ങളിലൂടെയാണ് ചേക്കിഴാർ സ്വാമികൾ നമിനന്ദി അടികളുടെ കഥ നമ്മളോട് പറയുന്നത്. ചോഴ രാജ്യത്തിൻ്റെ ഒരു പ്രസിദ്ധ ഭാഗമാണ് പൊന്നിനാട്ടിലെ എമ്പേന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം. എമ്പേന്നൂർ ആ ഗ്രാമത്തിൽ ശിവഭക്ത ശിരോമണിയായ ഒരടികൾ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത് നമിനന്ദി എന്നാണ്. ഈ നമിനന്ദി എന്ന ബ്രാഹ്മണന് ഈ പേര് വരാനൊരു കാരണമുണ്ട്. ഇദ്ദേഹം എപ്പോഴും നന്ദിദേവനെ പോലെ ശിവനെ മുന്നിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. നാം ശിവക്ഷേത്രത്തിൽ സാധാരണ നന്ദീശ പ്രതിഷ്ഠ കാണാറുണ്ട്. അവിടെ നന്ദീശൻ എല്ലായ്പ്പോഴും ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവനെ തപസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ശിവനും നന്ദിയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നന്ദീശനെ തൊഴുതിട്ടാണ് എല്ലാ ഭക്തന്മാരും ശിവനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ശിവഭക്തനാണ് നന്ദീശൻ, നന്ദി. ആ നന്ദിയുടെ പേര് ഓർമ്മിക്കത്തക്ക വിധത്തിലാണ് ഇദ്ദേഹത്തിന് നന്ദി എന്ന പേര് കൊടുത്തത്. അപ്പോൾ മറ്റൊരു നന്ദി, നവനന്ദി, പുതിയ നന്ദി എന്ന പേരിലാണ് നമിനന്ദി എന്ന് ജനങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമിനന്ദി അടികൾ ശിവഭക്തന്മാരെ സേവിച്ച് കഴിഞ്ഞു വന്നു. ദിനംതോറും തിരുവാരൂർക്ക് നടന്ന് വാത്മീകനാഥനെ വണങ്ങി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരുവാരൂരല്ല, അതിനടുത്തൊരു പ്രദേശമാണ്. ആ എമ്പേന്നൂർ എന്ന ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് തിരുവാരൂർക്ക് ദിവസവും നടന്നു പോയി വാത്മീകനാഥനെ വണങ്ങി വന്നിരുന്നു. ഒരു ദിവസം ശൈവാലയത്തിൽ ക്ഷേത്രവൃത്തികളെല്ലാം ചെയ്ത് വിളക്കേറ്റി ദർശിക്കണമെന്ന ആഗ്രഹം സൂര്യാസ്തമനം കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ ചെന്ന് വിളക്കിലൊഴിക്കാനുള്ള നെയ്യ് ശേഖരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം തിരുവാരൂർ തന്നെയുള്ള കടകളിൽ അന്വേഷിച്ച് വിളക്കിനുള്ള നെയ്യ് തേടിച്ചെന്നു. അതായത് ശിവക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് 1,00,000 വിളക്കുകളുണ്ട്. ആ വിളക്കുകളിൽ ചുറ്റുവിളക്കുകൾ കത്തിച്ച് ആ രാത്രി മുഴുവനും ശിവഭജനം നടത്താനായിരുന്നു ഈ നമിനന്ദിയുടെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം നെയ്യൊഴിച്ച് കത്തിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ നെയ്യിന് വേണ്ടി ആ ക്ഷേത്രത്തിന് അടുത്തുള്ള കടകളിലെല്ലാം ചെന്നു. പക്ഷേ അവരാരും ഇദ്ദേഹത്തിന് നെയ്യ് കൊടുക്കാൻ തയ്യാറായില്ല. കാരണം അവരെല്ലാം ജൈന വിശ്വാസികളായിരുന്നു. ഇദ്ദേഹത്തിന് എന്തിനാണ് നെയ്യ് എന്ന് ചോദിച്ചപ്പോൾ അത് ശിവക്ഷേത്രത്തിലെ ചുറ്റുവിളക്കിലൊഴിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആരും നെയ്യ് കൊടുത്തില്ല. അങ്ങനെ ഒരു
കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് നെയ്യ് വീണ്ടും ചോദിക്കുകയാണ്, ചുറ്റുവിളക്കിന് വേണ്ടി നെയ്യ് എനിക്ക് തരാമോ, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞാൽ പൊൻനാണയം അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ആ കച്ചവടക്കാരൻ ചോദിക്കുകയാണ്, കയ്യിൽ വിളങ്ക് കനലുടയാർ തമക്ക് വിളക്കുമികൈ കാണും നെയ്യിങ്കില്ലേ വിളക്കരിപ്പാരാകിൽ നീരൈ മുഖന്തരിത്തൽ ചെയ്യും. എൻ്റെ തിരുത്തൊണ്ടർക്ക് ഉരൈത്താർ തെളിയാത് ഒരു പൊരുളും മെയ്യുമാം ഒരു പൊരുളെ പൊയ്യും മെയ്യുമാം എന്ന് പൊരുൾ മേർക്കൊള്ളും പുരൈനെറിയാർ എന്ന് പറഞ്ഞ് ആ നമിനന്ദിയെ നിന്ദിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അതായത് ആരാണ് ഈ പുച്ഛത്തോടെ ആ ജൈന കച്ചവടക്കാരൻ നമിനന്ദിയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറയാണ്, ആരാണ് ഈ മഹേശ്വരൻ? അദ്ദേഹത്തിന് ദീപം തെളിയിച്ചതുകൊണ്ട് ഫലം എന്താണ് എന്ന് ചോദിച്ചു. എല്ലാ ദേവന്മാരുടെ നിയന്താവും സ്വയം പ്രകാശരൂപനും അഷ്ടമൂർത്തിയുമാണ് മഹേശ്വരൻ. ആ മഹേശ്വരാനുഗ്രഹത്താൽ ജീവികൾ സംസാരബന്ധത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു എന്ന് നമിനന്ദിയടികൾ ഭക്തിയോടെ പറഞ്ഞു. അപ്പോൾ വേദനിന്ദകനായ ആ ജൈന കച്ചവടക്കാരൻ പറയുകയാണ്, ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം, സൂര്യചന്ദ്രന്മാർ, ജീവൻ, അഷ്ടമൂർത്തി സങ്കല്പം ഇവയെല്ലാം ചേർന്നാണ് മഹേശ്വരനെങ്കിൽ തമ്മിൽ വിരുദ്ധങ്ങളായ ജലവും അഗ്നിയും അദ്ദേഹത്തിൽ ഒരുമിക്കുമെങ്കിൽ അദ്ദേഹത്തിന് വിളക്ക് തെളിയിക്കാൻ നെയ്യ് എന്തിനാണ് ആവശ്യം? കുളത്തിൽ നിന്ന് ജലം ഉപയോഗിച്ച് കൊളുത്തിക്കൊള്ളുക മാത്രമല്ല, കയ്യിൽ തീജ്വാലയോടെ നടനമാടുന്ന നിങ്ങളുടെ ദേവന് വിളക്ക് കൊളുത്തുന്നത് തന്നെ അർത്ഥശൂന്യമാണ് എന്ന് പരിഹസിച്ച് ആ നമിനന്ദിയെ നെയ്യ് കൊടുക്കാതെ പറഞ്ഞു വിട്ടു. ഇവിടെ നിങ്ങൾക്ക് തരാൻ നെയ്യില്ല എന്ന് പറഞ്ഞത് കേട്ട് ആ ഭക്തൻ്റെ ഹൃദയം പൊട്ടി. ഈ പരിഹാസ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയ നമിനന്ദി ഓടിച്ചെന്ന് ഹൃദയവേദനയുടെ ക്ഷേത്രത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് തൻ്റെ ദുഃഖമെല്ലാം ഭഗവാനോട് പറഞ്ഞു. ആരും എനിക്ക് നെയ്യ് തരുന്നില്ല, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ് ഈ നമിനന്ദി, ദുഃഖമകറ്റിക്കൊള്ളുക, തീർത്ഥക്കുളത്തിൽ നിന്ന് ജലം കൊണ്ടുവന്ന് ദീപം തെളിക്കുക. ഇത് കേട്ട് അത്ഭുതസ്തബ്ധനായ നമിനന്ദി അടികൾ ആനന്ദത്തോടെയും അമ്പരപ്പോടെയും സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന് ഈ സംഭവം അവിടുത്തെ ജനങ്ങളെ അറിയിച്ചു. അത്ഭുതപരതന്ത്രരായ ജനങ്ങൾ 1,00,000 ചരാതുകൾ സംഘടിപ്പിച്ച് അതിലെല്ലാം അമ്പലക്കുളത്തിൽ ജലം നിറച്ചിട്ട് ആ ചുറ്റുവിളക്കായിട്ട് സമർപ്പിച്ചു. സായം സന്ധ്യയ്ക്ക് എല്ലാവരും ചേർന്ന് വെള്ളമൊഴിച്ചു വച്ചിരുന്ന 1,00,000 വിളക്കുകളും തിരിയിട്ട് കൊളുത്തി. ഉടനെ അവിടെയെല്ലാം ഉജ്ജ്വലമായ പ്രകാശം പരത്തിക്കൊണ്ട് ആ ജലദീപങ്ങൾ ജ്വലിച്ചു. ആ ദീപങ്ങൾ ജൈനന്മാർക്ക് ഒരു വലിയ തിരിച്ചടിയും ലോകത്തിന് മുഴുവൻ ആശ്ചര്യവുമായി തീർന്നു. തൻ്റെ ഭക്തൻ്റെ മഹാത്മ്യം വർദ്ധിപ്പിച്ച് കാണിക്കാൻ എന്ന പോലെ ഭഗവാൻ അപ്പോൾ കൊടുങ്കാറ്റടിപ്പിച്ചു. ആ കൊടുങ്കാറ്റിലും ദീപനാളങ്ങൾ കെട്ടില്ല. അത് പിറ്റേ ദിവസം കാലത്ത് വരെ ആ വിളക്കുകൾ കത്തിക്കൊണ്ടേയിരുന്നു. ആ സമയം നമിനന്ദി അടികൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ചില ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. ആ ഗാനങ്ങളുടെ മലയാള അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: ആരുടെ ആജ്ഞയാലാണോ 9 ദ്വാരങ്ങളോട് കൂടി ഈ ശരീരത്തിൽ വായു നിലനിൽക്കുന്നത്, ആരുടെ ആദേശത്തിലാണോ ശരീരത്തിൽ പാവകൻ വിളങ്ങുന്നത്, മഹാദേവനും ഭക്തവത്സലനുമായ ആ ത്യാഗേശ്വരനെ ഞാൻ നമിക്കുന്നു. യാതൊരു ദേവൻ്റെ ശാസനയാലാണോ ബഡവാഗ്നി ജ്വലിക്കുന്നത്, യാതൊരു ദേവനെ ഭയന്നാണോ
വിരുദ്ധ സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നത് മഹാദേവനും ഭക്തവത്സലനുമായ ത്യാഗേശനെ ഞാൻ നമിക്കുന്നു. യാതൊരു ദേവൻ്റെ ആജ്ഞാനുസരണമാണോ കർമ്മം ചെയ്യുന്നവർക്ക് അതാത് കർമ്മഫലങ്ങൾ വന്നു ചേരുന്നത്, അവർ ആരെ അനുസരിച്ചാണ് ഔഷധങ്ങളിലും മണിമന്ത്രാദികളിലും ശക്തി കാണുന്നത്, മഹാദേവനും ഭക്തവത്സലനുമായ ആ ത്യാഗേശനെ ഞാൻ ആരാധിക്കുന്നു. ആരുടെ സാന്നിധ്യത്തിലാണോ ആധാരമില്ലാത്ത ഈ ലോകം ഒരു അടിസ്ഥാനമുള്ളതുപോലെ ഇളകാതെ നിൽക്കുന്നത്, യാതൊരു ദേവനെ ഭയന്നാണോ കാലവും ജ്യോതിർഗോളങ്ങളും സാഗരങ്ങളും അവരുടെ പരിധി ലംഘിക്കാതെ വർത്തിക്കുന്നത്, മഹാദേവനും ഭക്തവത്സലനുമായ ആ ത്യാഗേശനെ ഞാൻ വണങ്ങുന്നു. ബ്രഹ്മാവിനും വിഷ്ണുവിനും മാത്രമല്ല, അങ്ങയുടെ പ്രിയയായ ശൈലകന്യയ്ക്ക് പോലും അറിയാൻ കഴിയാത്ത വൈഭവത്തോടു കൂടിയവനും ശരണാഗതന്മാരുടെ ദുഃഖം തീർക്കുന്നവനുമായ ത്യാഗേശ, അങ്ങയുടെ ദർശനം തന്ന് ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. ഇതായിരുന്നു ആ നമിനന്ദിയുടെ പ്രാർത്ഥന. ഈ അത്ഭുതകരമായി നടന്ന ഈ സംഭവത്തിന് ശേഷം നമിനന്ദിയടികളുടെ നിർദ്ദേശപ്രകാരം ചോഴ രാജാവ് തിരുവാരൂരിൽ നിത്യപൂജയ്ക്കും മറ്റുത്സവങ്ങളും ആഘോഷത്തിനും വേണ്ടിയുള്ള എല്ലാ ധനവും ഈ നമിനന്ദിയെയാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ നമിനന്ദിയുടെ നേതൃത്വത്തിൽ അവിടെ ദിവസവും അത്ഭുതകരമായ രീതിയിലുള്ള പൂജാവിധാനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പിന്നീട് മറ്റൊരു സംഭവം കൂടെ ചേക്കിഴ സ്വാമികൾ വിവരിക്കുന്നുണ്ട്. തിരുവാരൂരിലെ സ്വയംഭൂവായ വാൽമീകനാഥൻ്റെ മഹത്വമേറിയ ഉത്സവം മീനമാസത്തിലെ ഉത്രം നാളിലാണ്. ആ ഉത്രം നാളിലെ ഒരു പ്രത്യേകതയുണ്ട്. വാൽമീകനാഥനെ എഴുന്നള്ളിച്ചുകൊണ്ട് നഗരവീഥികളിലൂടെ നടക്കാം. അപ്പോൾ എല്ലാ ജനങ്ങളും ഘോഷയാത്രയെ ആ ദേവനെ വാൽമീകനാഥനെ പിന്തുടർന്ന് ഘോഷയാത്രയായി ജാതി മതഭേദമന്യേ എല്ലാവരും ആ ഘോഷയാത്രയിൽ പങ്കെടുക്കും. അങ്ങനെ വാൽമീകനാഥൻ ഊരു ചുറ്റുന്ന ഒരു ആഘോഷമുണ്ട്. അങ്ങനെ ഊരു ചുറ്റുന്ന ആഘോഷത്തിൽ നമ്മുടെ നമിനന്ദിയും പങ്കെടുത്തു. അങ്ങനെ നമിനന്ദിയും പങ്കെടുത്തതിന് ശേഷം ശിവാരാധനയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, എല്ലാ ജാതിമത വിഭാഗങ്ങളോടുമൊത്ത് ബ്രാഹ്മണനായ താൻ സഞ്ചരിച്ചപ്പോൾ തൻ്റെ ശരീരം മലിനമായി കാണുമെന്നും അതുകൊണ്ട് കുളിച്ചതിന് ശേഷം മാത്രം ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മതിയെന്ന് കരുതി ഗൃഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ സമയം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില വാക്കുകൾ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. അതായത് അന്തർജ്ഞാന ദൃഷ്ടിയാൽ ഈ ബ്രാഹ്മണന് ശിവമൊഴി കേൾക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. ആ ശിവമൊഴി ഇതായിരുന്നു: തിരുവാരൂരിൽ വസിക്കുന്നവരെല്ലാം ശിവഗണങ്ങളാണെന്ന് നിനക്ക് അറിയില്ലായിരിക്കാം, വന്ന് കാണുക എന്ന് അരുളി ചെയ്തതുപോലെ തോന്നി. മേന്മൈ വിളങ്ങി തിരുവാരൂർ വീതി വിടങ്കപ്പെരുമാൾ താം മാനത്തൻപർ പൂജയ്ക്ക് വരുവാർ പോലെ വന്തരുളി ஞானமறையோய் அரூரில் பிறந்தார் எல்லாம் நாங்கணங்கள் ആന പരിചു കാൺപായ് എൻ്റരുളി ചെയ്തു ദേവൻ. അങ്ങനെ ആ ദേവൻ്റെ അരുളപ്പാട് കേട്ടു. അതായത് തിരുവാരൂരിലെ ജനങ്ങളെല്ലാം ഭക്തശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ എന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് അവരെല്ലാം മഹാശിവഭക്തന്മാരാണ്. അവിടെ ജാതി ചിന്തകൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് ഭഗവാൻ അരുളി. ഇത് കേട്ടിട്ട് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ തൻ്റെ താമസം തിരുവാരൂർക്ക് മാറ്റി. അങ്ങനെ തിരുവാരൂർ വാസികളോടൊത്ത് ആ മഹാശിവഭക്തന്മാരോടൊത്ത്
പിൽക്കാല ജീവിതം മുഴുവനും അദ്ദേഹം കഴിച്ചുകൂട്ടുകയും അവസാനം ശിവപാദങ്ങളിൽ അലിഞ്ഞു ചേരുകയും ചെയ്തതായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 സംഭവങ്ങളാണ് ഇവിടെ ചേക്കിഴാർ സ്വാമികൾ തൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ നമിനന്ദിയെക്കുറിച്ചിട്ട് തിരുനാവുക്കരശർ ചില തേവാരങ്ങളിൽ പാടുന്നുണ്ട്. വാൽമീകിനാഥനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന ചില തേവാരങ്ങളിൽ തിരുനാവുക്ക് അരശർ എന്ന അപ്പർ ഈ നമിനന്ദി എന്ന ആ മഹാശിവഭക്തൻ്റെ ചരിത്രം പലപ്പോഴും സൂചിപ്പിച്ചുകൊണ്ട് തേവാരങ്ങളിൽ സ്തുതിക്കുന്നുണ്ട്. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ശിവഭക്തനായിരുന്നു നമിനന്ദിയടികൾ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ചേക്കിഴാർ സ്വാമികൾ നമ്മളോട് പറയുന്നത്. അതിൽ ഒന്ന്, വിശ്വാസമുണ്ടെങ്കിൽ പച്ചവെള്ളത്തെ പോലും നെയ്യാക്കി മാറ്റാൻ കഴിയും. അതാണ്, അമ്പലക്കുളത്തിലെ വെള്ളം കൊണ്ട് വിളക്ക് കത്തിച്ചു. എന്തൊരത്ഭുതമാണെന്ന് നോക്കൂ. ആധുനിക കാലഘട്ടത്തിൽ ചില ശാസ്ത്രജ്ഞന്മാരിത് തെളിയിച്ചിട്ടുമുണ്ട്. വെള്ളം കൊണ്ട് നിലവിളക്ക് കത്തിക്കാൻ പറ്റുക. ആ മഹാത്ഭുതം ഭക്തിയാലെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ ചേക്കിഴാർ സ്വാമികൾ പറയുന്നുണ്ട്. ശിവൻ്റെ മുമ്പിൽ ജാതി ചിന്തകളോ മതചിന്തകളോ ഒന്നുമില്ല. എല്ലാവരും ശിവഭക്തന്മാരാണെങ്കിൽ അവരെല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ് എന്നുള്ള ചിന്തയാണ്. അവിടെ ജാതിക്കോ മതത്തിനോ മറ്റ് ഭേദങ്ങൾക്കോ ഒന്നും തന്നെ ഒരു സ്ഥാനവുമില്ല എന്ന് ഈ ബ്രാഹ്മണനായ നമിനന്ദിയെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ജാതിചിന്തയ്ക്ക് ഒരു സ്ഥാനവുമില്ല. അതുപോലെ പല പല മതവിഭാഗങ്ങൾ, ജാതി ഭേദങ്ങൾ, ഇതെല്ലാം ശിവൻ്റെ മുമ്പിൽ ഒന്നാണ്. ഇവിടെ ശിവൻ എന്ന് പറയുന്നത് അൻപേ ശിവം, സ്നേഹത്തിൻ്റെ മുമ്പിൽ, മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു തരതമ ഭേദവുമില്ല. എല്ലാവരും ഒന്നാണ്. ഈശാവാസ്യം ഇദം സർവം, എല്ലാം ശിവമയം, സർവം ശിവമയം എന്ന ആ മഹാദർശനത്തിലേക്കാണ് ചേക്കിഴാർ സ്വാമികൾ ഈ നമിനന്ദിയുടെ കഥയിലൂടെ നമ്മെ കൊണ്ട് എത്തിക്കുന്നത്. ഓം ശിവായ നമഃ.